നോബിൾ, അപ്പോൾ എന്താണ് അപ്പോൾ ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്ന നിലപാട്? എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് പരിഗണിക്കുക? ഇന്നലെ ഘടകകക്ഷികൾ ഒരുമിച്ച് നിന്ന് VD എന്ന പേര് പറയുന്നു. പക്ഷേ കോൺഗ്രസിനകത്ത് MLA-മാരുടെ കൂടുതൽ പിന്തുണ കേസിക്കാണെന്നുള്ള വിവരം പുറത്തു വരികയാണല്ലോ. സ്മൃതി, അല്പസമയത്തിനകം നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഈ വസതിയിലേക്ക് എത്തും. ഈ വസതിയിൽ എത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് എന്താണെങ്കിലും ഉടനെ തന്നെ കൈമാറാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോവുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് ഈ റിപ്പോർട്ടിനെ ആസ്പദമാക്കി തന്നെയായിരിക്കും. വിശദമായ ചർച്ചകൾ ഉണ്ടാകും. ഇന്നിപ്പോൾ ചർച്ചകൾക്ക് ശേഷം നാളെ നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. KC വേണുഗോപാൽ ഇതിനോടൊപ്പം തന്നെ ദില്ലിയിലുണ്ട്. രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാൻ എന്താണെങ്കിലും തീരുമാനമുണ്ട്. നാളെ നേതാക്കൾ എത്തും. അതിനുശേഷം മറ്റന്നാളോട് തന്നെ പ്രഖ്യാപനം, പുതിയ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആര് എന്ന ചോദ്യത്തിന് ഞായറാഴ്ച ഉത്തരം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും സംസ്ഥാനത്തെ MLA-മാരുമായി നടത്തിയ ആശയവിനിമയങ്ങൾ, മുതിർന്ന നേതാക്കളുമായി നടത്തിയ ആശയവിനിമയങ്ങൾ, ഒപ്പം ഘടകകക്ഷിയുമായി സംസാരിച്ച് ലഭിച്ച വിവരങ്ങളൊക്കെ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയായിരിക്കും മുകുൾ വാസ്നിക്കും അതോടൊപ്പം തന്നെ അജയ് മാക്കനും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ വ്യക്തമാക്കുന്നത് കൂടിയായിരിക്കും ഈ റിപ്പോർട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നലെ ഈ MLA-മാരുടെ അടക്കം അഭിപ്രായങ്ങൾ തേടുന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ സംസ്ഥാനത്ത് പലയിടത്തും VD സതീശനായി വലിയ ശക്തിപ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു. അതൊക്കെ ഉൾപ്പെടുത്തി തന്നെയായിരിക്കും ഈ റിപ്പോർട്ട് വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് MLA-മാരുടെ വിശദാംശങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായങ്ങൾ തേടുന്ന ഘട്ടത്തിൽ ഉണ്ടായ ആ ശക്തി പ്രകടനമൊക്കെ ഒരു വെല്ലുവിളിയായി തന്നെയാണ് ഇപ്പോൾ നിരീക്ഷകരും കാണുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉൾപ്പെടുത്തി തന്നെയായിരിക്കും റിപ്പോർട്ട് വരിക എന്ന വിവരമുണ്ട്. നിലവിൽ ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് ഏറെക്കുറെ വ്യക്തമായതാണ്. പക്ഷേ അപ്പോഴും അത് മാത്രമായിരിക്കില്ല ഘടകം എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഹൈക്കമാൻഡ് എടുത്ത പല നിലപാടുണ്ട്. പ്രത്യേകിച്ച് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. ആ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്ത ഹൈക്കമാൻഡ് ഇനിയിപ്പോൾ KC വേണുഗോപാൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ പോകാൻ അനുമതി നൽകുമോ എന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഒന്ന് ആലപ്പുഴയിൽ ലോക്സഭാ സീറ്റിലേക്ക്, മറ്റൊന്ന് KC മത്സരിക്കാൻ പോകുന്ന സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരും. സ്വാഭാവികമായി ഇതിന്റെ സാഹചര്യം വിലയിരുത്തും. അതിനെല്ലാം ഉപരി സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ നിന്ന് KC ഒഴിയേണ്ടി വരും. ആ പശ്ചാത്തലത്തിൽ ആര് സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കുമെന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യമാണ്. എന്താണ് ഇത്രയധികം വെല്ലുവിളികൾ മറികടന്ന് വേണം KCക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ. അതേസമയം VD സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനവികാരം, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഇട്ട സമൂഹ മാധ്യമ പോസ്റ്റിൽ അടിയിൽ പോലും VD സതീശന് വേണ്ടി ലക്ഷക്കണക്കിന് കമന്റുകൾ വരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അത്രയധികം ജനവികാരം ഉണ്ട് എന്നൊരു വികാരം കൃത്യമായി ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ദേശീയ ദിനപത്രത്തിലടക്കം VD സതീശൻ നൽകിയ അഭിമുഖങ്ങളൊക്കെ ഒരു തരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യം ചെയ്തത് നരേന്ദ്രമോദിയെയും അച്യുതാനന്ദനെയും ഒക്കെയാണ്. സ്വാഭാവികമായി അതിലൊക്കെ ഒരു അതൃപ്തി ഹൈക്കമാൻഡ് ഒരു ഭാഗം നേതാക്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല ഘടകങ്ങളും അതിൽ ഘടകങ്ങളായി വരുന്നുണ്ട്. എന്താണെങ്കിലും വിശദമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചകൾക്ക് ഏതായാലും ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധികൾ, നിരീക്ഷകർ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ കൂടുതൽ വേഗത ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടിസ്ഥാനമാക്കി തീരുമാനമുണ്ടാകുമെന്ന് ഖർഗെ പറയുമ്പോൾ അതെങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നോബിൾ മാരിക്കാരനും ഒപ്പം തന്നെ ഋഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്.